ഹലോ ഗൈസ്, ഇതുപോലെ ആത്മാവരുടെ പരലോകത്തെത്തിയ ഏത്തപ്പഴങ്ങൾ വീട്ടിൽ കാണും. പിന്നെ അത് പിള്ളേരായിട്ട് കഴിക്കത്തുമില്ല. പിന്നെ ഒരു പരിപാടിയും ചെയ്യാം. പിന്നെ ഒരു അറ്റകൈ പ്രയോഗം പോലെ ഏത്തക്കപ്പം ചുടുക. അപ്പം ഇതിനായിട്ട് 3 കഷ്ണമായിട്ട് ഇങ്ങനെ നീളമായിട്ട് ഞാൻ കണ്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ തലയും വലമൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ ഓരോ പഴം എടുത്തിട്ട് നീളത്തിനെ ശ്രദ്ധിച്ചിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇല്ല അതിൻ്റെ ഇടയ്ക്ക് അത് മദ്യം വെച്ചൊക്കെ പൊട്ടിപ്പോവും. കാരണം എന്ന് വെച്ചാൽ ഇത് പഴുത്ത് കുടുങ്ങിപ്പോയ പഴമായതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ നല്ല ഭംഗിക്കായിട്ട് ചാള അടുക്കി വെക്കുന്ന പോലെ അടുക്കി വെച്ച് സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ഇതിനായിട്ടുള്ള കോട്ടിംഗ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇതുപോലെ അങ്ങ് നീളത്തിനിട്ട് ചുട്ടെടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഒരുപാട് നീളമായതുകൊണ്ട് നമുക്ക് ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കാൻ പാടാവും. അതിനായിട്ട് ഇപ്പം ഞാൻ കോട്ടിങ് റെഡിയാക്കുവാണ്. അതിന് 1 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് മൈദപ്പൊടിക്ക് 3-4 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 സ്പൂണ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക, അതായത് 1/4 സ്പൂൺ വരെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു സ്പൂൺ എടുത്ത് കലക്കാൻ നോക്കി, പക്ഷേ അത് പറ്റില്ലടാ, അതിങ്ങനെയൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനിത് ഉപേക്ഷിച്ചിട്ട് കുറേശ്ശെ വെള്ളം കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവമെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ലൂസും ആവണ്ട, കട്ടിയാവണ്ട. അതായത് ഒരു ഗോതമ്പ് ദോശയ്ക്കൊക്കെ കലക്കുന്ന പരുവത്തിൽ കലക്കിയെടുക്കാം. അതായത് ഇപ്പോൾ കാണിച്ചുതരാം എങ്ങനെയാണെന്ന്. ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയോ അതോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്ക് കോട്ടിങ് തണ്ട ഈ പരുവത്തിൽ കാണണേ. അപ്പോൾ അതിലോട്ട് നല്ലോണം പിടിച്ച് കിട്ടും. ഒരുപാട് ലൂസായ പഴത്തിൽ കോട്ടിങ് ഔട്ട് പിടിച്ച് കിട്ടാൻ പാടാവേ. അപ്പം എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കോരി ഇതുപോലെ ഇടുന്നുണ്ട്, മിക്സ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ ഈ 2 എണ്ണം വെച്ചാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഞാൻ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഏത്തക്കപ്പം പഴംപൊരിയൊക്കെ ചൂടാൻ വലിയ സമയം എടുക്കത്തില്ല, പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. ബൈ.